അപ്പോൾ ഇനി ബി ഏവിയേഷൻ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സാറിന് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് കാര്യങ്ങൾ എന്താണ്? അഡ്വൈസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കോഴ്സ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇപ്പോഴാണ് നമ്മൾ +2 കഴിഞ്ഞതിന് ശേഷമല്ല കോഴ്സ് ഫൈൻഡ് ചെയ്യേണ്ടത്. ഏറ്റവും വലിയ കാര്യം എനിക്ക് പറയാനുള്ളത്, +2 കഴിഞ്ഞതിന് ശേഷം ഓടിപ്പാഞ്ഞ് നടക്കുന്ന ഒരു അവസ്ഥയുണ്ട്. നമ്മൾ ഓണപ്പാച്ചിൽ എന്നൊക്കെ പറയില്ലേ, ഓണത്തിന് ഡ്രസ്സ് എടുക്കാൻ പോകുന്ന പോലെ അതെ. ഓടിപ്പോയിട്ട് നമ്മൾ ഇന്ന കോഴ്സ് എടുക്കണം ഇന്ന കോഴ്സ് എടുക്കണം എന്നുള്ളൊരു ഓട്ടമുണ്ട്. പക്ഷേ അത്രയും ധൃതി കാണിക്കാൻ നമ്മളിപ്പം അതിനുള്ള സമയം നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ എക്സാമിന് മുമ്പ് തന്നെ എന്ത് ചെയ്യുക, നമ്മുടെ കോഴ്സ് സെറ്റ് ചെയ്യുക, നമ്മുടെ കരിയർ ഗോൾ സെറ്റ് ചെയ്യുക. അതിനുശേഷം ഏത് കോളേജാണെന്നുള്ളത് നമ്മൾ ഫൈൻഡ് ചെയ്യുക. ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുക, അതിനുള്ള സീറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ബുക്ക് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അല്ലാതെ നമ്മളിപ്പോൾ റിസൾട്ട് വരട്ടെ അതിനുശേഷം വരട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. നമ്മളെന്താണോ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹം മുന്നിൽ വെച്ചിട്ട് ഒറ്റ ഡിസിഷൻ, ആ ഡിസിഷനാണ് നമ്മൾ ഉറച്ച തീരുമാനത്തോടു കൂടി എടുക്കേണ്ടത്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പാടില്ല. ഏവിയേഷൻ ആണെങ്കിൽ BBA ഏവിയേഷൻ അല്ലെങ്കിൽ BBA+ ഏവിയേഷൻ തന്നെ ചൂസ് ചെയ്യുക. അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ആണെങ്കിൽ അതിനുവേണ്ടി മാത്രം ചെയ്യുക. ഇടയ്ക്ക് വെച്ചിട്ട് മാറുന്ന ഒരു പ്രവണത നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അതിനെ മുഴുവനും വിട്ടിട്ട് ഒരു സെറ്റ് ഗോള് സെറ്റ് ചെയ്യുക. അങ്ങനെ അഡ്മിഷൻ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം.